പോലീസിനെതിരെ CPIM രംഗത്ത്. പെരിനാട് ജിതിൻ കൊലക്കേസിലെ ഒന്നാം പ്രതി നിഖിലേഷിന്റെ വീട്ടിലെ പൊട്ടിത്തെറിയുമായി ബന്ധപ്പെട്ടാണ് CPIM രംഗത്തെത്തിയത്. ഇന്നലെയുണ്ടായ സ്ഫോടന ആരോപണത്തിൽ ധൃതി പിടിച്ച് ജില്ലാ പോലീസ് മേധാവി വാർത്താക്കുറിപ്പ് ഇറക്കിയെന്നാണ് ആരോപണം. ആധികാരികമായ അന്വേഷണം ഉണ്ടായില്ലെന്നും CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ PB ഹർഷകുമാർ ആരോപിച്ചു. ഇക്കാര്യത്തിലൊരു കാര്യമായ അന്വേഷണം നടത്തിയില്ല. ഒരാധികാരികത ഇല്ലാത്ത സംഭവത്തെ സംബന്ധിച്ച് ഇത്ര പെട്ടെന്ന് എങ്ങനെ പോലീസിന് ഇന്നതാണെന്ന് പറയാൻ പറ്റും? അത് കേരളത്തിലെ ഗവൺമെൻറ്റിനെയും അതേപോലെ തന്നെ പോലീസ് സംവിധാനത്തെ അധിക്ഷേപിക്കുന്നതിന് ഉള്ള ഗൂഢാലോചന ഇവിടെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വിവരങ്ങളുമായി പത്തനംതിട്ടയിൽ ശ്രീരാജ് ബാബുവാണ് നമുക്കൊപ്പം ചേരുന്നത്. ശ്രീരാജ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പാർട്ടി തന്നെ ആഭ്യന്തര വകുപ്പിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്, പോലീസിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്? ാണ് ജിതിൻ വധക്കേസിലെ ഒന്നാം പ്രതിയായ നിഖിലേഷിന്റെ വീട്ടിൽ രാവിലെ ഒരു പൊട്ടിത്തെറി ഉണ്ടാകുന്നത്. ഈ പൊട്ടിത്തെറി ഉണ്ടായതിന് തൊട്ടു പിന്നാലെ തന്നെ പോലീസിന്റെ ഒരു പത്രക്കുറിപ്പും ഇറങ്ങി. പത്രക്കുറിപ്പിൽ പറയുന്നത് ലൈറ്റർ പൊട്ടിത്തെറിച്ചാണ് ഇത്തരത്തിൽ അപകടമുണ്ടായത്, സ്ഫോടനം ഉണ്ടായിട്ടില്ല എന്നായിരുന്നു ആ പത്രക്കുറിപ്പിൽ പോലീസ് സൂചിപ്പിച്ചിരുന്നത്. എന്നാൽ നിലവിൽ CITയും അതുപോലെ തന്നെ CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ PB ഹർഷകുമാർ അടക്കമുള്ളവർ ആരോപിക്കുന്നത് 2 കിലോമീറ്ററോളം ചുറ്റളവിൽ ഈ സ്ഫോടനത്തിന്റെ ശബ്ദമുണ്ടായി. കേവലം ഒരു ലൈറ്റർ പൊട്ടിത്തെറിച്ചാൽ അത്രയും വലിയ ശബ്ദമുണ്ടാകും, അല്ലെങ്കിൽ ഇത്ര ധൃതി പിടിച്ച് ഒരു പത്രക്കുറിപ്പ് ഇറക്കിയത് ആരെ സംരക്ഷിക്കാനാണ് എന്ന തരത്തിലുള്ള ആരോപണങ്ങളാണ് നിലവിൽ CPIM പത്തനംതിട്ടയിലെ ജില്ലാ നേതൃത്വം ആരോപിക്കുന്നത്. നമുക്കറിയാം, എന്തെങ്കിലും സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ സ്വാഭാവികമായും പത്രക്കുറിപ്പ് ഇറക്കുക പോലീസിന്റെ ഒരു രീതിയാണ്. എന്നാൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് വളരെ വേഗം അടിയന്തരമായി ആ പത്രക്കുറിപ്പ് ഇറക്കുകയുണ്ടായി. പത്രക്കുറിപ്പിൽ പറയുന്നത് ഇത്തരത്തിൽ ലൈറ്റർ പൊട്ടിത്തെറിച്ചായിരുന്നു അപകടമെന്നാണ് ആ പത്രക്കുറിപ്പിൽ പറഞ്ഞിരുന്നത്. നിലവിൽ CPIMന്റെ ജില്ലാ സെക്രട്ടറി മെമ്പർ PB ഹർഷകുമാർ ആരോപിക്കുന്നത് ജില്ലാ സൂപ്രണ്ട്, പോലീസിന്റെ ജില്ലാ സൂപ്രണ്ടിന്റെ ഓഫീസിൽ ഒരു കോക്കസ് പ്രവർത്തിക്കുന്നു. അതായത് സർക്കാരിനെയും ആഭ്യന്തര വകുപ്പിനെയും ഇകഴ്ത്തി കാണിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ഒരു കോക്കസ് പ്രവർത്തിക്കുന്നു. ആ കോക്കസിന്റെ ഭാഗമായാണ് ഇത്തരത്തിലുള്ള ഒരു പത്രക്കുറിപ്പ് ഇറങ്ങിയത് എന്നാണ് നിലവിൽ ആരോപണം ഉണ്ടായിട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ജില്ലാ സൂപ്രണ്ട് ഇന്നലെ സ്ഥലത്തിലായിരുന്നുവെന്നും ഇദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടാണ് നിലവിൽ ഇത്തരത്തിലുള്ള ആളുകൾ പ്രവർത്തിക്കുന്നതെന്നും CITയും അതുപോലെ തന്നെ CPIയും ആരോപിക്കുന്നുണ്ട്. ഇവർ പറയുന്നത് ഒരു സ്ഫോടനമുണ്ടായി അല്ലെങ്കിൽ ഒരു പൊട്ടിത്തെറി ഉണ്ടായി, സമഗ്രമായ അന്വേഷണം ഉണ്ടാകാതെ സമഗ്രമായ ആ സ്ഥലത്തെത്തി സംഭവം എന്താണ് എന്ന് കൃത്യമായി അന്വേഷിക്കാതെ ഉണ്ടാക്കിയ പത്രക്കുറിപ്പ് അത് ആരെയൊക്കെയോ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ ശ്രീരാജ്, ആ ഓഡിയോയിൽ എന്തോ ഒരു തകരാറുണ്ട്. ശ്രീരാജ് പറഞ്ഞ കാര്യങ്ങൾ വ്യക്തമാണ്. വാർത്താക്കുറിപ്പ് ഇറക്കിയത് ആരോഗ്യം സംരക്ഷിക്കാൻ വേണ്ടിയാണ് എന്നുള്ളതാണ് CPIM ഇപ്പോൾ ആരോപണമായി ഉന്നയിക്കുകയും ചെയ്തിരിക്കുന്നത് പത്തനംതിട്ട ISPക്കെതിരെ.